സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. പഴയിടം പാലം കടന്ന് കാർ മണിമല പഴയിടം റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നു. മുൻപേ ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. മാങ്ങോട്ടുശ്ശേരിയിൽ വീട് എവിടെയാണെന്ന് ഓട്ടോറിക്ഷക്കാരന് അറിയാം. ആ വീട് കാണിച്ചു തന്നാൽ മതി, ഓട്ടോ കൂലി തരാം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ഓട്ടോ ഡ്രൈവർ സന്തോഷത്തോടെ ഓട്ടോറിക്ഷയെടുത്ത് മുൻപേ ഓടിച്ചുപോയി. ചെറുവള്ളി കരിക്കാട്ടൂർ റോഡ് ജംഗ്ഷനിപ്പുറത്ത് ഒരു പ്രൈവറ്റ് റോഡിലൂടെ അല്പദൂരം പോയി. കാരിരുമ്പിൽ തീർത്ത വലിയ ഗേറ്റിന് സമീപം ഓട്ടോറിക്ഷ നിന്നു. ഡ്രൈവർ ഇറങ്ങി. സന്ദീപും സംഘവും പ്രൈവറ്റ് റോഡിലോട്ട് തിരിയാതെ പഴയിടം മണിമല റോഡരികിൽ കാർ നിർത്തി. ഓട്ടോറിക്ഷ ഡ്രൈവർ കൈകാട്ടി വിളിച്ചപ്പോൾ കിഷോർ കാർ വളച്ച് ഓട്ടോറിക്ഷ നിർത്തിയ ഭാഗത്തേക്ക് പോയി. ഓട്ടോ ഡ്രൈവർ കാറിനടുത്തേക്ക് വന്നു. സാറേ, ഗേറ്റ് തുറന്നു കിടക്കുക, അകത്തോട്ട് കയറ്റി നിർത്തിക്കൂ. സന്ദീപ് ഓട്ടോ ഡ്രൈവർക്ക് 200 രൂപ കൊടുത്തു. കണക്കൊന്നും പറയണ്ട, അത് വെച്ചു. ഓട്ടോ ഡ്രൈവർ സന്തോഷത്തോടെ പൈസ പോക്കറ്റിൽ താഴ്ത്തി. കിഷോർ കാർ വളച്ച് വലിയ ഗേറ്റിനപ്പുറത്തേക്ക് കടത്തി ചരൽ വിരിച്ച മുറ്റത്ത് പിന്നോട്ടെടുത്ത് തിരിക്കാൻ പാകത്തിൽ നിർത്തി. അതിനുശേഷം കാറിൽ നിന്നിറങ്ങി വീടിന് നേർക്ക് നോക്കി. സന്ദീപും അല്ലിമയും രാജഗോപാലും പിൻസീറ്റിൽ നിന്നിറങ്ങി. ഓട്ടോറിക്ഷക്കാരൻ ഗേറ്റിൽ നിന്ന് കിഷോറിനെ ഷൂ ഷൂ എന്ന് വിളിച്ചു. കിഷോർ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിൽക്കണോ അതോ പോണോ? ഓട്ടോക്കാരൻ ചോദിച്ചു. താൻ പോയില്ലായിരുന്നോ? പോയിക്കോ. കിഷോർ ഓട്ടോറിക്ഷ ഡ്രൈവറെ പറഞ്ഞയച്ചു. ഇതാണ് മാങ്ങോട്ടുശ്ശേരി, അല്ലിയുടെ അമ്മ ജനിച്ചു വളർന്ന വീട്. ഇവിടായിരുന്നു താനും ജനിക്കേണ്ടിയിരുന്നത്, സന്ദീപ് അല്ലിമ്മയോട് പറഞ്ഞു. അല്ലിമ്മ ഹർഷാതിശയത്തോടെ ആ വീടിനെ നോക്കി. അവളുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ അലതല്ലി. തൻ്റെ അമ്മയുടെ വീട്, അമ്മയെ കാണാനുള്ള ആഗ്രഹം നെഞ്ചിനുള്ളിൽ കിടന്ന് ചുരമാന്തി. അമ്മ ഇവിടെ ഉണ്ടാവില്ലെന്നറിയാം, എന്നാലും അമ്മയുടെ പാദസ്പർശമേറ്റ മുറ്റവും അമ്മയുടെ നിശ്വാസം ഏറ്റുവാങ്ങിയ കാറ്റും അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുള്ള പ്രകൃതിയുമാണ് ഇതെന്ന ഓർമ്മ അവളെ കോരിത്തെരിപ്പിച്ചു. ആരെയും കാണുന്നില്ലല്ലോ, ആരും ഇവിടെ ഇല്ലേ സന്തുവേട്ട? അല്ലിമ്മ പരിസരമെമ്പാടും കണ്ണോടിച്ചു. വീട്ടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. കൗമാരത്തിൽ തന്നെ വളർച്ചയോടെ കൂമ്പടഞ്ഞു പോയ ഒരു യുവാവിൻ്റെ മുഖം പൂമുഖവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ മുറ്റത്ത് വന്ന കാറിന് നേർക്കും ആളുകളുടെ നേർക്കും ആകാംക്ഷയോടെ നോക്കി. മുന്നോട്ടൽപ്പം കുനിഞ്ഞ നിലയിലായിരുന്നു അവൻ്റെ നോട്ടവും നിൽപ്പും. അവൻ്റെ വായ അല്പം തുറന്നാണിരുന്നത്. മെൻ്റലി റിട്ടാർഡഡ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലിമ സ്വരം താഴ്ത്തി സന്ദീപിനോട് പറഞ്ഞു. അവൻ സിറ്റൗട്ടിലേക്ക് ഒരു കാരണവരെ പോലെ നടന്നു വന്നു. എന്നിട്ട് മുറ്റത്ത് നിന്നവരോട് ആരാ എന്ന് ചോദിച്ചു. അവൻ്റെ ഭാഷയ്ക്ക് അക്ഷരങ്ങളില്ലെന്ന് മനസ്സിലായതോടെ സന്ദീപ് പറഞ്ഞു. അല്ലി പറഞ്ഞത് കറക്റ്റാ. മധ്യവയസ്കയായ ഒരു സ്ത്രീയും കൂടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അവർ മുറ്റത്ത് നിൽക്കുന്നവരെ സംശയത്തോടെ നോക്കി. നിങ്ങളാരാ? അവർ കുറേ കൂടി മുന്നോട്ട് വന്ന് ചോദിച്ചതും സന്ദീപിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും ഒപ്പമായിരുന്നു. ആഹാ, നമ്പ്യാർ സാറിൻ്റെ മോനല്ലേ? അവരുടെ ചിരിയിലും നോട്ടത്തിലും പരിചയം തെളിഞ്ഞു. ആൻറ്റിക്ക് ആദ്യം എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഇതാരൊക്കെയാ കൂടെ? സന്ദീപ് മറുപടി പറയും മുമ്പേ ബുദ്ധിമാന്യം തോന്നിച്ച യുവാവ് മുറ്റത്തേക്കിറങ്ങി. ഉണ്ണി, ഇവിടെ നിന്നാ മതി, പോകണ്ട, സ്ത്രീ വിലക്കി. പക്ഷെ അവൻ നേരെ ഇറങ്ങി അല്ലിമയുടെ മുന്നിലേക്ക് ചെന്നു. അല്ലിമയെ തന്നെ തുറച്ചു നോക്കി. അല്ലിമയ്ക്ക് ഭയം തോന്നി. അവൾ ഒരു ചുവട് പിന്നോട്ട് മാറി. പേടിക്കേണ്ട, ഒന്നും ചെയ്യില്ല, സ്ത്രീ പറഞ്ഞു. അവൻ കൈ നീട്ടി അല്ലിമയുടെ കയ്യിൽ പിടിച്ചു. ബാ. അവൻ പുറമേ കാണിക്കാവുന്ന എല്ലാ സൗഹൃദ ഭാവങ്ങളോടും കൂടി ക്ഷണിച്ചു. ബാ. അല്ലിമ സന്ദീപിനെ നോക്കി. കുഴപ്പമില്ല, ഞങ്ങൾ വരികയാ. ഉണ്ണി എന്ന് വിളിക്കപ്പെട്ട യുവാവ് അല്ലിമയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ സിറ്റൗട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സിറ്റൗട്ടിൽ നിന്ന സ്ത്രീ ആശ്ചര്യത്തോടെ അവൻ്റെ പ്രവൃത്തി നോക്കിക്കൊണ്ട് നിന്നു. സന്ദീപും കിഷോറും രാജഗോപാലും കൂടി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ഉണ്ണി അല്ലിമയെ അവിടെ എങ്ങും നിർത്താതെ കൈക്ക് പിടിച്ച് ലിവിംഗ് റൂമും ഹാളും കടന്ന് പാതി തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന ആശങ്കയിൽ സന്ദീപും തൊട്ടു പിന്നാലെ ചെന്നു. അവിടെ കട്ടിലിൽ ഒരു വൃദ്ധ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. കഴുത്തിനൊപ്പം വെച്ച് മുറിച്ച പഞ്ഞി പോലെ വെളുത്ത മുടി. പകൽ വെളിച്ചത്തിൽ മുറിയിലെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. വൃദ്ധയെ സന്ദീപ് തിരിച്ചറിഞ്ഞു. മല്ലിക ചിറ്റ, അച്ഛൻ്റെ അമ്മയുടെ അനുജത്തി. സന്ദീപ്
സ്വിച്ച് ബോർഡ് എവിടെയെന്ന് നോക്കി. അത് വാതിലിനോട് ചേർന്നുള്ള ചുവരിൽ തന്നെ ഉണ്ടായിരുന്നു. സന്ദീപ് ലൈറ്റിട്ടപ്പോൾ വൃദ്ധ പെട്ടെന്ന് കൈപ്പടം കൊണ്ട് കണ്ണുകൾ മറച്ചു. മുറിയിലെ മങ്ങിയ ഇരുളുമായി പഴകിയ കണ്ണുകൾക്ക് പെട്ടെന്നുള്ള വെളിവെളിച്ചം താങ്ങാനായില്ല. മാ ബാ ബാ. ഉണ്ണി വൃദ്ധയുടെ നേർക്ക് ശബ്ദമുണ്ടാക്കി. മല്ലികച്ചിറ്റ പതിയെ കണ്ണിനു മുന്നിൽ നിന്ന് കൈപ്പടം മാറ്റി. ആദ്യം ഉണ്ണിയെയും പിന്നെ തൊട്ടു പിന്നിൽ നിന്ന് യുവതിയെയും നോക്കി. അല്ലിമയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ഉണ്ണി ആംഗ്യഭാഷയിലും അക്ഷരസ്ഫുടതയില്ലാതെയും മല്ലികച്ചിറ്റയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതാരാണെന്നറിയോ, മനസ്സിലായോ എന്നെല്ലാമാണ് അവൻ ചോദിക്കുന്നതെന്ന് മല്ലികച്ചിറ്റയുടെ മറുചോദ്യം കേട്ടപ്പോഴാണ് സന്ദീപിന് വ്യക്തമായത്. ആരാ? മല്ലികച്ചിറ്റ അവനോട് ആരാഞ്ഞു. അവൻ കൈ മലർത്തി. അവൻ അറിയില്ല ആരാണെന്ന്. സന്ദീപ് മല്ലികച്ചിറ്റയുടെ മുന്നിലേക്ക് ചെന്നിട്ട് അല്ലിമ്മയ്ക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ്റെ ചിറ്റയാണ് മല്ലികച്ചിറ്റ, മാളവികയുടെ അമ്മ. മാളവികയുടെ പേര് ഉച്ചരിക്കപ്പെട്ടതും മല്ലികച്ചിറ്റ അമ്പരപ്പിൽ സന്ദീപിൻ്റെ നേർക്ക് മുഖം തിരിച്ചു. എന്നെ മനസ്സിലായില്ലേ? ജയൻകുട്ടൻ്റെ മകനാ, ഹരിപ്പാട്. ആഹാ, നീയായിരുന്നോ? മല്ലികയുടെ ശബ്ദത്തിലും നോട്ടത്തിലും എന്തെന്നില്ലാത്ത വാത്സല്യം. എനിക്ക് കണ്ണിനിത്തിരി മൂടലുണ്ട്. പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കാണുന്നതിനേക്കാളും പെട്ടെന്ന് അറിയാൻ പറ്റണത് ശബ്ദം കേൾക്കുമ്പോഴാണ്. മല്ലികച്ചിറ്റ സന്ദീപിൻ്റെ സ്പർശനത്തിനായി കൈനീട്ടി. സന്ദീപ് അവരുടെ കരം ഗ്രഹിച്ചു. അതിന് ഇളം ചൂടുണ്ടായിരുന്നു. മല്ലികച്ചിറ്റ പുഞ്ചിരിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗി. സുന്ദരിയായ ഒരു വൃദ്ധമാലാഖയുടെ പുഞ്ചിരി പോലെ. ഇതാരാ മോനെ കൂടെ? നിന്റെ കല്യാണം കഴിഞ്ഞോ? അയ്യോ, കല്യാണം കഴിച്ചില്ല. എല്ലാവരെയും അറിയിച്ചിട്ടേ കല്യാണം കഴിക്കൂ, സന്ദീപ് ചിരിയോടെ പറഞ്ഞു. അല്ലിമയുടെ മുഖത്ത് ഒരു ശൂന്യമ കലർന്നു. ഇതെൻ്റെ കൂട്ടുകാരിയെ ചിറ്റെ, അല്ലിമ, സന്ദീപ് പരിചയപ്പെടുത്തി. ചിറ്റയോ? അല്ലിമ ശബ്ദം താഴ്ത്തി. അച്ഛൻ വിളിക്കുന്ന കേട്ട് അടുത്ത തലമുറയും അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാ, സന്ദീപ് പറഞ്ഞു. കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ, മല്ലികച്ചിറ്റ പറഞ്ഞു. ഇവനെന്തിനാ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ? ആ, അതാ ഞങ്ങൾക്ക് മനസ്സിലാവാതെ, സന്ദീപ് പറഞ്ഞു. ഇവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഉണ്ണി, നീ എന്തിനാ ഈ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ? അവൻ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി ആംഗ്യം കാട്ടി. എനിക്ക് കാണാനാണെന്നാ പറയുന്നേ, മല്ലികച്ചിറ്റ ഉണ്ണിയുടെ ദ്വിഭാഷിയായി. ഞാൻ എന്തിനാടാ കാണുന്നേ? അവർ ഉണ്ണിയോട് ചോദിച്ചു. അതവനും അറിയില്ല. അവൻ കൈ മലർത്തി കാട്ടി. നിന്റെ അമ്മ എവിടെ? മല്ലികച്ചിറ്റ ചോദിച്ചു. അവൻ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി. എന്നിട്ട് അമ്മയെ വിളിക്കാൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഉണ്ണിമായെ കണ്ടില്ലേ? മല്ലികച്ചിറ്റ സന്ദീപിനോട് ചോദിച്ചു. സിറ്റൗട്ടിൽ ഉണ്ടായിരുന്നു. എന്തു പറയാനാ, നിന്നേക്കാളും 2-3 വയസ്സിൻ്റെ കുറവേ ഉള്ളൂ. 10 വയസ്സിൻ്റെ ബുദ്ധി വളർച്ച പോലുമില്ല. എന്നാലും അവനെല്ലാം അറിയാം. അതാ അതിശയം, മല്ലികച്ചിറ്റ വല്ലായ്മയോടെ പറഞ്ഞു. എഴുന്നേൽക്കാനും നടക്കാനും ഒന്നും വയ്യേ ചിറ്റയ്ക്ക്? സന്ദീപ് വിഷയം മാറ്റി. എഴുന്നേൽക്കണമെങ്കിൽ ആരെങ്കിലും പിടിക്കണം, പിന്നെ അങ്ങ് നടക്കും. മുൻപ് മുറ്റത്തൊക്കെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ വീടിനകത്തുള്ള നടപ്പേ ഉള്ളൂ. ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാം. അല്ലിമ്മ അവരോട് ചേർന്ന് നിന്ന് താങ്ങി പിടിച്ചെണീപ്പിച്ചു. വീണു പോകാതിരിക്കാൻ അവരുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. പിടിവിടാതെ പതിയെ നടത്തി. തൻ്റെ അമ്മയുടെ അമ്മയാണ് മുത്തശ്ശി. ആ ഓർമ്മയിൽ അവളുടെ മനസ്സ് നിറഞ്ഞു കുളിർന്നു. കണ്ണിലേക്ക് ആ തണുപ്പും നനവും പടർന്നു. തൻ്റെ അമ്മ ജനിച്ചു വളർന്ന വീട്, അമ്മയുടെ ആളുകൾ. ഹാളിലേക്ക് ചെന്നപ്പോൾ രാജഗോപാൽ ഉണ്ണിയുടെ അമ്മയുമായി സംസാരിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണിയും കേൾവിക്കാരനായി നിൽപ്പുണ്ട്. അമ്മ എണീറ്റ് പോന്നോ? ഉണ്ണിമായ മല്ലികച്ചിറ്റയെ ശാസിക്കും പോലെ ചോദിച്ചു. ഈ കുട്ടി എന്നെ പിടിച്ചെണീപ്പിച്ചതാ, മല്ലികച്ചിറ്റ പറഞ്ഞു. ഉണ്ണിമായ അല്ലിമയെയും മല്ലികച്ചിറ്റയെയും മാറി മാറി നോക്കി. ഈ ഉണ്ണി എന്തിനാ ഈ കുട്ടീനെ പിടിച്ച് അമ്മയുടെ റൂമിലേക്ക് കൊണ്ടുവന്നേ? നല്ല പരിചയമുള്ള പോലെ. അതാണ് എനിക്ക് അതിശയം. ഞാൻ ചോദിച്ചപ്പോൾ അവനും അറിഞ്ഞുകൂടെന്ന് മല്ലികച്ചിറ്റ പറഞ്ഞു. ഇവിടെ വേറെ ആരും ഇല്ലേ? സന്ദീപ് ചോദിച്ചു. ഹരിയേട്ടനും അച്ഛനും കൂടെ ചെറുവള്ളി വരെ പോയതാ. ഞാനിപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉടനെ എത്തും, ഉണ്ണിമായ പറഞ്ഞു. ഹരിയെങ്കിലിൻ്റെ വൈഫാ ഉണ്ണിമായ. സന്ദീപ് ഉണ്ണിമായയെ അല്ലിമയ്ക്ക് പരിചയപ്പെടുത്തി. അല്ലിമ അവരുടെ നേർക്ക് ശിരസ് നമിച്ചു. നിങ്ങൾ ഇന്ന് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ണിമായ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ ഇവിടെയും കയറിയെന്നേ ഉള്ളൂ, സന്ദീപ് പറഞ്ഞു. കല്ലാറ്റ് പഠിക്കൽ പോയോ? പോയില്ല, പോണം.
അവിടെയുള്ളവരെ കണ്ടിട്ട് കുറേ കാലമായി. സന്ദീപ് ചെറിയൊരു ചൂണ്ടയിട്ടു. വല്ലപ്പോഴുമൊക്കെ വരണ്ടേ, എന്നാലല്ലേ കാണാൻ പറ്റൂ, ഉണ്ണിമായ പറഞ്ഞു. അതോടെ ഒരു കാര്യം വ്യക്തമായി. ഇതുവരെ നടന്നതൊന്നും പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ അറിയിച്ചിട്ടില്ല. ചായ വേണോ അതോ കോഫിയോ? ഉണ്ണിമായി ചോദിച്ചു. അതൊന്നും വേണ്ട, ഞങ്ങൾ ഉടനെ പോകുക, സന്ദീപ് പറഞ്ഞു. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ, ചായ കുടിച്ചിട്ട് പോയാൽ മതി. അത് മതിയെന്ന് ഉണ്ണിയും അവൻ്റേതായ ഭാഷയിൽ പറഞ്ഞു. ഉണ്ണിമായി കിച്ചണിലേക്ക് പോയപ്പോൾ സന്ദീപ് മല്ലിക ചിറ്റയോട് ചോദിച്ചു, മാളവിക ഇപ്പോൾ എവിടെയച്ചിട്ടെ? പൊടുന്നനെ വൃദ്ധയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. സന്ദീപിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ സൂചിമുന പോലെ തറച്ചു. അതെന്തിനാ നീ അറിയുന്നേ? സന്ദീപിന് മറുപടി പറയാൻ കഴിയും മുമ്പേ ഗേറ്റിൽ വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ടു. ഒരു ടൊയോട്ട ഫോർച്യൂണർ വണ്ടിയും പോലീസ് ഇന്നോവയും മണിമല സ്റ്റേഷനിലെ ജീപ്പിനും ഒന്നിനു പുറകെ ഒന്നായി മുറ്റത്തേക്ക് പാളി തിരിഞ്ഞു വന്നു. 3 വാഹനങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി. ഫോർച്യൂണറിൽ നിന്ന് ഇറങ്ങിയ 3 മല്ലന്മാർ ക്രിക്കറ്റ് ബാറ്റുകൾ കൊണ്ട് സന്ദീപിൻ്റെ കാറിൻ്റെ ബോണറ്റിലും ഡോറിലും ഡിക്കിയിലും ആഞ്ഞടിച്ചു. ഒരാൾ കത്തിയെടുത്ത് ടയറുകൾ കുത്തിക്കീറി. പുറത്തെ ബഹളവും കാറിൻ്റെ ചില്ലുടയുന്ന ശബ്ദവും കേട്ട് സന്ദീപും കിഷോറും രാജഗോപാലും കൂടി ലിവിംഗ് റൂമിലേക്ക് വന്നു. അപ്പോഴേക്കും ഹരീന്ദ്രനും ഹേമചന്ദ്രനും രാജഗോപാലും കൂടി മുൻവാതിൽ കടന്ന് അകത്തേക്ക് കയറി വന്ന പാടെ ഹേമചന്ദ്രൻ സന്ദീപിൻ്റെ ഷർട്ടിനെ പിടിച്ച് ഉലച്ചുകൊണ്ട് ചീറി. നിനക്കിവിടെ എന്താ കാര്യം? എന്തിനു വന്നതാ നീ ഇവിടെ? ഇത് മല്ലിക ചിറ്റയുടെ വീടല്ലേ, നമ്മൾ സ്വന്തക്കാരല്ലേ. എനിക്കിവിടെ വരാൻ മുൻകൂട്ടി അറിയിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണോ? സന്ദീപ് കൂസലിനെ ചോദിച്ചു. നീ വലിയ അഭ്യാസമൊന്നും കാണിക്കാൻ നോക്കരുത്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല റാസ്കൽ. ഹേമചന്ദ്രൻ വീണ്ടും സന്ദീപിനെ പിടിച്ചുലച്ചു. വിടങ്കിളെ, ഇതൊക്കെ വലിയ കുഴപ്പമാകും. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലായി നിന്ന് സംരക്ഷിക്കേണ്ടവൻ. വീട്ടിൽ കയറി വരുന്ന ബന്ധുക്കളെ പോലും നിങ്ങൾ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? നീ മറ്റേടത്തെ മഞ്ഞപ്പത്രത്തിൻ്റെ ആളല്ലേ, ആ ധൈര്യത്തിലല്ലേടാ കഴിവേറിയുടെ മോനെ നീ ഇങ്ങോട്ട് കയറി വന്നത്. നീ ഇനി നിന്റെ പത്രത്തിൽ ഒരു കോപ്പും എഴുതത്തില്ല, നിന്റെ കൈ ഞങ്ങൾ വെട്ടും. കൈ എന്തിനാ ഇന്നത്തെ കാലത്ത് എഴുതാൻ? മൊബൈൽ റെക്കോർഡർ ഓൺ ചെയ്തിട്ട് ചുമ്മാ പറഞ്ഞാൽ പോരെ. ഹരീന്ദ്ര, വാതിലടച്ചേക്ക്. ഇവന്മാരെ ഒറ്റ എണ്ണത്തിനെ പുറത്തു വിടരുത്, ഹേമചന്ദ്രൻ നിർദ്ദേശിച്ചു. ഞങ്ങളങ്ങനെ ഓടി രക്ഷപ്പെട്ടു പോകാൻ വന്നതല്ല, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പോകാൻ തന്നെയാ, സന്ദീപ് പറഞ്ഞു. ഹരീന്ദ്രൻ വാതിലടച്ചു. കിഷോർ മാറി നിന്ന് മൊബൈലിൽ രംഗത്ത് നടക്കുന്നതെല്ലാം പകർത്തുന്നുണ്ടായിരുന്നു. സന്ദീപിനെ വിട്ടിട്ട് ഹേമചന്ദ്രൻ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു. കിഷോറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുത്തു. നിന്റെ ഫോൺ? എറണാകുളത്ത് വെച്ച് നീ ഈ ഫോൺ വെച്ചല്ലേടാ ഉണ്ടാക്കിയത്? ഹേമചന്ദ്രൻ ആ ഫോൺ തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടി 4 പാടും ചിതറി. കലി തീരാതെ ഹേമചന്ദ്രൻ ചെന്ന് രാജഗോപാലിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. നീയാണ് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭരണക്കാരൻ അല്ലേടാ? എൻ്റെ വീട്ടിൽ കയറി നീ സ്പൈ വർക്ക് ചെയ്യും അല്ലേ? എറണാകുളത്ത് വെച്ച് നീ എന്താ പറഞ്ഞത്? നിനക്ക് ഐഫോൺ കണ്ട അടിച്ചു മാറ്റണമെന്ന് അല്ലേ? ഹേമചന്ദ്രൻ വലിച്ച വലിയുടെ ശക്തിയിൽ ബട്ടൺസ് പൊട്ടി. രാജഗോപാലിൻ്റെ ഷർട്ട് കീറി. അച്ഛാ, അല്ലിമ ഭയന്ന് വിളിച്ചു. നീ ഏതാടി നായിൻ്റെ മോളെ? ഹേമചന്ദ്രൻ അല്ലിമയുടെ നേർക്ക് തിരിഞ്ഞു. ഹേമചന്ദ്ര, പെണ്ണുങ്ങളോട് സൂക്ഷിച്ച് സംസാരിക്ക്, മല്ലിക ചിറ്റ മുന്നറിയിപ്പ് നൽകി. ഇവളൊക്കെ എന്തിനാ വന്നതെന്ന് പറയട്ടെ. അത് പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഹേമചന്ദ്രൻ കലി തുള്ളി നിൽക്കുകയാണ്. അമ്മ റൂമിലേക്ക് പോ, ഹരീന്ദ്രൻ മല്ലിക ചിറ്റയോട് നിർദ്ദേശിച്ചു. ബാലകൃഷ്ണ മേനോനും ജഗന്നാഥക്കുറുപ്പും മണിമല പോലീസും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. ആദ്യം ഇയാളെ ചോദ്യം ചെയ്യ. ഹേമചന്ദ്രൻ മണിമല SIയുടെ മുന്നിലേക്ക് രാജഗോപാലിനെ തള്ളി നീക്കി. SI ജെയിംസ് കുര്യൻ രാജഗോപാലിനെ അടിമുടി നോക്കി. ഞങ്ങൾ നിന്റെ എറണാകുളത്ത് വീട്ടിൽ വന്നപ്പോൾ നീ വലിയ നാടകം കളിച്ചു അല്ലേ? SI അടിക്കാനുള്ള തയ്യാറെടുപ്പെന്നോണം കൈകൾ കൂട്ടിത്തിരുമ്മി. സന്ദീപ് മുന്നോട്ട് ചെന്നു. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ ഈ യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിൽ പോയിരിക്കേണ്ടി വരും, സന്ദീപ് SIക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാ നീ ഉത്തരം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? മല്ലിക ചിറ്റയുടെ മകൾ മാളവികയെ പറ്റി അന്വേഷിക്കാൻ, സന്ദീപ് പറഞ്ഞു. നീ എന്തിനാ എൻ്റെ മകളെ പറ്റി അന്വേഷിക്കുന്നേ? ജഗന്നാഥക്കുറുപ്പ് സന്ദീപിനെ തുറച്ചു നോക്കി. അറിയണമെന്ന് തോന്നി. നിനക്ക് അവളെപ്പറ്റി അറിയേണ്ട ആവശ്യമെന്താ? ഒരു കാര്യവും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കുമോ? അത് ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? ഞങ്ങളുടെ ബുദ്ധി അവിടെ നിൽക്കട്ടെ. നിന്റെ ബുദ്ധിക്ക് എന്താ തകരാറ്? മാളവികയെപ്പറ്റി അന്വേഷിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ?
ഒരു കിടിലൻ സ്റ്റോറി കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാ. സ്റ്റോറിയൊക്കെ നിന്റെ മനസ്സിൽ വച്ചിരുന്നാൽ മതി. നിന്റെ പുറകിൽ ആരാ ഉള്ളതെന്ന് നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കും. ഹേമചന്ദ്രൻ ഭീഷണിപ്പെടുത്തി. അങ്കിളെ, ഞങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വിഷ്വൽസ് അടക്കം ഇപ്പോൾ കോട്ടയം SP ഓഫീസിലെത്തിയിട്ടുണ്ട്. ആലുവ റൂറൽ SP വിക്രം ശ്രീനിവാസ് കോട്ടയം SPക്ക് വിവരങ്ങൾ കൈമാറിയതനുസരിച്ച് SP ഓഫീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൂടി കൂട്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം കാറിൽ നിന്നിറങ്ങിയില്ലെന്നേ ഉള്ളൂ. സന്ദീപ് പറഞ്ഞത് കേട്ട ഹേമചന്ദ്രൻ്റെ മുഖം വിളറി വെളുത്തു. ഹരീന്ദ്രനും ജഗന്നാഥക്കുറുപ്പും പകച്ച് ബാലകൃഷ്ണ മേനോനെ നോക്കി. ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കളി കൈവിട്ടു പോയി എന്ന് ഹേമചന്ദ്രന് മനസ്സിലായി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഇത്തവണ ഞെട്ടിയത് ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനുമായിരുന്നു. ബാലകൃഷ്ണ മേനോൻ വാതിൽ തുറന്നു. വെള്ള ഷർട്ടും കാക്കി പാൻസും ധരിച്ച കറുത്ത കണ്ണട വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് വന്നു. അയാൾ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണേ. ഒരു സ്നാപ്പ് എടുത്തോട്ടെ. നിലവിലുള്ള സീൻ എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി SP ഓഫീസിൽ നിന്നാണ് എന്നെ അയച്ചിരിക്കുന്നത്. എൻ്റെ പേര് സുനിൽ നാരായണൻ. മൊബൈലിൽ അയാൾ ലിവിംഗ് റൂമിലെ രംഗങ്ങൾ പകർത്തി. ഈ ഹേമചന്ദ്രൻ സാർ എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, കിഷോർ പറഞ്ഞു. പിന്നെ രാജഗോപാൽ അങ്കിളിനെ കയ്യേറ്റം ചെയ്തു. ഷർട്ട് വലിച്ചു കീറി. ഞങ്ങളെ എല്ലാവരെയും ചീത്ത വിളിച്ചു. ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം സുനിൽ എന്ന് പരിചയപ്പെടുത്തിയ ആൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിപ്പോയി. മണിമല SI ജെയിംസ് കുര്യൻ്റെ യൂണിഫോം വിയർപ്പിൽ കുതിർന്നു. പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്നറിയാൻ അയാൾ ഹേമചന്ദ്രനെ നോക്കി. സന്ദീപ് ഹേമചന്ദ്രനെയും ഹരീന്ദ്രനെയും മാറി മാറി നോക്കി. വല്ല കാര്യമുണ്ടോ അങ്കിളെ? ഒന്നുമല്ലെങ്കിലും നമ്മൾ റിലേറ്റീവ്സ് അല്ലേ? ആ ഒരു മിനിമം പരിഗണനയെങ്കിലും കാണിക്കണ്ടേ? ഇതൊരുമാതിരി കൊട്ടേഷൻ ഗുണ്ടകളെ പെരുമാറുന്ന പോലെയായി പോയി. നമ്മളെല്ലാം ഒരു തറവാട്ടിലെ അംഗങ്ങളല്ലേ അങ്കിളെ? ആരും ശബ്ദിക്കുന്നില്ല. ഹേമചന്ദ്രൻ അമർഷം അടക്കി പിടിച്ച് ചിരിക്കുകയാണെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം. ബാലമാമ ഇത്രയും പ്രായം ചെന്ന ആളല്ലേ? എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ എന്ന് വിളിക്കുമ്പോൾ എന്തുമാത്രം ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, എന്തുമാത്രം പാകുതയും പക്വതയും വേണ്ട ആളാണ്. എന്നിട്ട് ഈ വിഡിത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് വെച്ചാൽ എന്ത് കഷ്ടമാ. വീട്ടിൽ കയറി വന്ന ബന്ധുവിനെ അതിഥിയായി കാണുന്നതിന് പകരം ചീത്ത വിളിക്കുക, ഷർട്ടിന് കുത്തിപ്പിടിക്കുക, പോക്കറ്റ് വലിച്ചു കീറുക. ബാലമാമ എതിർത്ത ഒരക്ഷരം പറയാതെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. എന്തുകൊണ്ടാണ് ബാലമാമയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ബാലകൃഷ്ണ മേനോന് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല. സ്ത്രീകളുള്ള വീടല്ലേ ഇത്? അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ആഭാസന്മാരെ പോലെ സംസാരിക്കാനും പെരുമാറാനും പാടുണ്ടോ? ഈ പെൺകുട്ടിയെ നായിൻ്റെ മോളെന്ന് വിളിച്ച് DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അവൾ എന്ത് ചെയ്തിട്ടാ? രാജഗോപാൽ സർ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? സന്ദീപ് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഞാൻ കഴിവേറിയുടെ മോൻ. അപ്പോൾ ആരാ കഴിവേറി? എൻ്റെ അച്ഛൻ, ബാലമ്മാമ്മയുടെ പെങ്ങൾ സുജാതക്കുട്ടിയുടെ മകൻ ജയദേവൻ നമ്പ്യാർ. പക്ഷേ എൻ്റെ അച്ഛൻ കഴിവേറിയല്ല, വേണ്ടി വന്നാൽ കഴിവേറ്റുന്നവനാ. നിങ്ങളിലൊരാൾ കൊലപാതകിയാണെന്ന് തെളിഞ്ഞാൽ ആ കേസ് അച്ഛൻ്റെ കോടതിയിൽ വന്നാൽ എൻ്റെ അച്ഛൻ ഒരുപക്ഷെ അയാളെ കഴിവേറ്റിയെന്ന് വരാം. അപ്പോൾ ആരായി കഴിവേറി? എൻ്റെ അച്ഛനാണോ? ബാലമ്മാമ്മയാണ് കുറ്റം ചെയ്തതെങ്കിൽ ബാലമ്മ കഴിവേറി. അതല്ല ഹരീന്ദ്രൻ അങ്കിളോ ഹേമചന്ദ്രൻ അങ്കിളോ ആണെങ്കിൽ അവരായിരിക്കും കഴിവേറി. ആ വാക്കിൻ്റെ അർത്ഥം എന്തായാലും കഴുമരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയനായവൻ എന്നാണല്ലോ. കേട്ടാൽ വലിയ തെറിവാക്കാണെന്ന് തോന്നുമെങ്കിലും എന്നിട്ടും ആരിൽ നിന്നും പ്രതികരണമുണ്ടായില്ല. ഫോണുമായി സിറ്റൗട്ടിലേക്ക് പോയിരുന്ന സുനിൽ നാരായണൻ തിരികെ വന്നു. ഫോൺ SI ജെയിംസ് കുര്യന് നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, SP അദ്ദേഹമാണ്, നിങ്ങളോട് സംസാരിക്കണമെന്ന്. ഫോൺ വാങ്ങുമ്പോൾ ജെയിംസ് കുര്യൻ്റെ കൈ വിറച്ചു. അയാൾ അത് ചെവിക്കരികിലേക്ക് ചേർത്ത് പിടിച്ചു. ഹലോ, SP പ്രമോദ് ഹർഷൻ ഹിയർ. തൻ്റെ പേര് ജെയിംസ് കുര്യൻ അല്ലേ? സർ. മണിമല സ്റ്റേഷൻ? സർ. ജെയിംസ് കുര്യൻ്റെ ചെന്നിയിലൂടെ വലിയ വിയർപ്പ് കുമിളകൾ ഉരുണ്ടു. തൻ്റെ സാന്നിധ്യത്തിലല്ലേ താനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഇത്രയും അതിക്രമം നടന്നത്? സർ, ഞാനിവിടെ വന്നത് റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, വിഷ്വൽസ് അടക്കം. അതുകൊണ്ട് താൻ വീണെടുത്ത് കിടന്ന് ഉരുളാതെ ചോദിക്കുന്നതിൻ്റെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. സർ, തൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരക്രമം നടന്നാൽ തടയേണ്ട താൻ ആ വീട്ടിൽ നടന്ന അക്രമത്തിന് കൂട്ടുനിന്നു അല്ലേ? സർ, അത് യെസ് ഓർ നോ? യെസ് സർ.
ആരുടെ നിർദ്ദേശപ്രകാരമാണ് താനത് ചെയ്തത്? DYSP ഹേമചന്ദ്രൻ സർ പറഞ്ഞപ്പോൾ താൻ അങ്ങ് ചെയ്തു കൊടുത്തു അല്ലേടോ? താനൊരു കാര്യം ചെയ്യ്. അവിടെ നടന്ന ആക്രമണത്തിൻ്റെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് എൻ്റെ ഓഫീസിലെത്തിക്കണം. ആക്രമണത്തിന് എത്ര പേരുണ്ടായിരുന്നോ അത്രയും പേരെ പ്രതി ചേർത്ത് കേസെടുക്കണം. FIRൽ ഒരു പഴുതും കാണരുത്. തൻ്റെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. സർ, ഹേമചന്ദ്രന് ഫോൺ കൊടുക്കൂ. ജെയിംസ് കുര്യൻ രക്ഷപ്പെട്ട വ്യഗ്രതയോടെ ഫോൺ ഹേമചന്ദ്രൻ്റെ നേർക്ക് നീട്ടി. എന്നിട്ട് കർച്ചീഫ് എടുത്ത മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് ചാലുകൾ ഒപ്പി. ഹലോ സർ. ഹേമചന്ദ്രൻ്റെ ഒച്ച ബഹുമാന കൂടുതൽ കൊണ്ട് പതിഞ്ഞു താണു. ഹേമചന്ദ്രൻ, അവിടെ എന്ത് നടന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചല്ലേ എല്ലാം നടന്നത് സർ? ആണോ അല്ലയോ? അതെ സർ. നിങ്ങൾ അവിടെ ആരെയെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചോ? ദേഹോപദ്രവം ചെയ്തില്ല സർ. ഷർട്ടിൽ പിടിച്ചു, അത്രയേ ഉള്ളൂ. ഒരാളുടെ ഷർട്ട് വലിച്ചു കീറിയോ? പിടിച്ചപ്പോൾ അത് കീറിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. ഒരു വിസിറ്ററുടെ ഫോൺ വാങ്ങിച്ചപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോയിട്ടുണ്ടോ? ഓ സർ. കയ്യിൽ നിന്ന് ഊർന്നു പോയതാണോ അതോ താനത് എറിഞ്ഞു തകർത്തതാണോ? സർ, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ എറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഫോൺ തകർക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. വെൽ ഗുഡ്. ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ കുഴപ്പത്തിലായോ? ഡിസ്പ്ലേ പോയിട്ടുണ്ട് സർ. അതിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, കൊടുക്കാം. കീറിപ്പോയ ഷർട്ടിൻ്റെ കാര്യമോ? അതും പുതിയതും വാങ്ങിക്കൊടുക്കാം. അവർക്ക് തൃപ്തികരമായ വിധത്തിൽ ഈ 2 സംഗതികളും ചെയ്തു കൊടുത്തിട്ടേ താൻ അവിടെ നിന്ന് പോകാവൂ. സർ, ചെയ്തു കൊടുക്കാം. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം സർ. ഹേമചന്ദ്രൻ വിനീത വിധേയനായി നിന്നു. നിങ്ങളുടെ ആളുകൾ ആ വീട്ടിലെ വിസിറ്റേഴ്സിൻ്റെ കാർ തല്ലി തകർത്തു. നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള കാർ വേറെ ഏതാ ഉള്ളത്? ഫോർച്യൂണർ ഉണ്ട് സർ. ആ കാർ നിങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നവർക്ക് കൊടുക്കണം. അവർക്ക് സഞ്ചരിക്കണ്ടേ? എന്നിട്ട് തല്ലി പൊളിച്ച കാർ വർക്ക്ഷോപ്പിലെത്തിച്ച് അതിൻ്റെ അടിച്ചു തകർത്ത ചില്ലുകൾ മാറ്റി പുതിയത് ഇട്ട് കംപ്ലീറ്റ് പാച്ച് വർക്കും പെയിൻറ്റിങ്ങും നടത്തി കുത്തിക്കീറിയ ടയറുകൾക്ക് പകരം പുതിയത് വാങ്ങിയിട്ട് ഓടിച്ച് എറണാകുളത്ത് അതിൻ്റെ ഓണറുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ടേ താനിപ്പോൾ കൈമാറുന്ന തൻ്റെ കാർ തിരിച്ചെടുത്തുകൊണ്ട് പോരാവൂ. പറ്റില്ലേ? ചെയ്യാം സർ. ബാക്കി വകുപ്പ് തല നടപടിയൊക്കെ പുറകെ വന്നോളും. താൻ ഫോർച്യൂണറിൻ്റെ കീയും ഈ ഫോണും കൂടി സുനിലിൻ്റെ കയ്യിലേക്ക് കൊടുക്ക് സർ. ഹേമചന്ദ്രൻ ഫോൺ സുനിൽ നാരായണന് കൈമാറി. ഹരീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഫോർച്യൂണർ കാറിൻ്റെ കീ വാങ്ങി അതും സുനിലിനെ ഏൽപ്പിച്ചു. സുനിൽ, കാറിൻ്റെ കീ എറണാകുളത്ത് നിന്ന് വന്നവരെ ഏൽപ്പിക്കണം. അവർ ആ വണ്ടി കൊണ്ടുപോകും. തടസ്സമൊന്നും ഉണ്ടാക്കരുത്. യെസ് സർ. ഫോൺ ജെയിംസ് കുര്യന് കൊടുക്കൂ. സുനിൽ നാരായണൻ മണിമല SIക്ക് ഫോൺ കൈമാറി. സാർ. ജെയിംസ് കുര്യൻ അറ്റൻഷനായി. തല്ലി തകർത്ത കാർ റിപ്പയറിങ്ങിന് കയറ്റാൻ ഹേമചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. തനിക്കാണ് അതിൻ്റെ മേൽനോട്ടം. കംപ്ലീറ്റ് റിപ്പയറിങ്ങും കഴിച്ച് കാർ എറണാകുളത്ത് എത്തിച്ചു കൊടുക്കാൻ താനും പോകണം. കാർ തൃപ്തിയോടെ കൈപ്പറ്റി എന്നൊരു റിസീവിംഗ് ലെറ്റർ കാർ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം. പറഞ്ഞതെല്ലാം തനിക്ക് മനസ്സിലായോ? സർ, മനസ്സിലായി. വിസിറ്റിങ്ങിന് വന്നവർക്ക് ആ വീട്ടുകാരോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഇപ്പോൾ അവിടെയുള്ളവർ പോകാവൂ. സർ. ഓക്കെ. സുനിലിന് ഫോൺ കൊടുക്കൂ. SI സുനിൽ നാരായണന് ഫോൺ കൈമാറി. അയാൾ അതുമായി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് തിരികെ വന്ന് സന്ദീപിനോട് പറഞ്ഞു, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചറിഞ്ഞുകൊള്ളാൻ SP അനുവാദം തന്നിട്ടുണ്ട്. താങ്ക് യു സർ. സുനിലിന് നന്ദി പറഞ്ഞ ശേഷം സന്ദീപ് ജഗന്നാഥക്കുറുപ്പിൻ്റെ മുന്നിലേക്ക് ചെന്നു. മാളവിക ഇപ്പോൾ എവിടെയുണ്ട്? വേറൊന്നും ചോദിക്കാനില്ല. എനിക്കറിയില്ല. ജഗന്നാഥക്കുറുപ്പിൻ്റെ മറുപടി ടേപ്പ് ചെയ്തു വെച്ചതുപോലെ പെട്ടെന്ന് വന്നു. ബാലമ്മാമയ്ക്കറിയാമോ? ഇല്ല. ഹരീന്ദ്രനെങ്കിൽ നിങ്ങളുടെ അനുജത്തിയാണല്ലോ മാളു. അവരിപ്പം എവിടെയുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? എനിക്കറിഞ്ഞുകൂടാ. ഹരീന്ദ്രനും കൈമലർത്തി. അനന്തരം സന്ദീപ് മല്ലിക ചിറ്റിയുടെ മുന്നിലേക്ക് ചെന്നു. മല്ലിക ചിറ്റിയെന്ന് അച്ഛൻ വിളിക്കുന്നത് കേട്ട് ശീലിച്ചതാ. അച്ഛൻ്റെ അമ്മയുടെ അനുജത്തി എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കേണ്ട സല്യൂട്ടേഷനല്ല അത്. എന്നാലും അങ്ങനെ വിളിക്കുമ്പോഴാ ഒരടുപ്പ കൂടുതൽ. മല്ലിക ചിറ്റിക്ക് അറിയൂ മാളവിക എവിടെയുണ്ടെന്ന്? ഇവർക്കൊക്കെ അറിയാവുന്ന പോലെ എനിക്കും അറിയൂ. മല്ലിക ചിറ്റയ്ക്ക് അറിയാവുന്നതെന്തോ അത് പറഞ്ഞാൽ മതി. നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നേ? അതിൻ്റെ ആവശ്യമെന്താ നിനക്ക്? ആവശ്യമുണ്ട്.
ആവശ്യമില്ലെങ്കിൽ ഞാനതിൽ ഇടപെടാൻ വരില്ലല്ലോ. ആവശ്യം എന്താണെന്ന് പിന്നീട് പറയും. സന്ദീപിൻ്റെ സ്വരം പരുഷമായി. എനിക്ക് നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. പോലീസിനെ കൊണ്ട് ചോദിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസ് ചോദിച്ചാലേ മറുപടി പറയൂ എന്ന് നിർബന്ധമുണ്ടോ? മല്ലിക ചിറ്റ കൺചിമ്മി. അവർ ഭർത്താവിനെയും മകനെയും നോക്കി. അമ്മയ്ക്കറിയാവുന്നത് പറഞ്ഞാൽ മതി, ഹരീന്ദ്രൻ നിർദ്ദേശം നൽകി. അത്രയേ ഞാനും പറഞ്ഞുള്ളൂ. സന്ദീപ് മല്ലിക ചിറ്റയെ കാതോർത്ത് നിന്നു. 22 വർഷം മുമ്പ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഒരു ബസ് കണ്ടക്ടറുടെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. മല്ലിക ചിറ്റ വേഗം മകളുടെ കഥ പറഞ്ഞു തീർത്തു. മല്ലിക ചിറ്റയുടെ മകൾ തന്നെയല്ലേ അത്? വഴിയിന്ന് പെറുക്കിയെടുത്തതല്ലല്ലോ. മാളവിക ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞത് അവളെ. പിന്നെ അവളെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മല്ലിക ചിറ്റ പറഞ്ഞു. കഴിഞ്ഞ 22 വർഷമായി മകളെപ്പറ്റി അറിയാനും അന്വേഷിക്കാനും താല്പര്യം വരാത്ത ഒരമ്മ മനസ്സ് വെറും മനസ്സല്ല, കാരിരുമ്പ് തന്നെയാ. ഞങ്ങളുടെ അഭിമാനം നശിപ്പിച്ചവളെ ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാ ഈ വീട്ടിലെല്ലാവരും മാളവികയെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞോ. ഞങ്ങളാരും പിന്നീട് അവളുടെ പുറകെ പോയിട്ടില്ല. എവിടെങ്കിലും പോയി ജീവിക്കട്ടെ, അങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ? ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? സ്വീകരിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും വേണ്ട. പെറ്റ വയറിനൊരു പെടച്ചിലില്ലേ മകൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ? സന്ദീപ് ചോദിച്ചു. ഇടുക്കിയിലോ മറ്റോ ഉണ്ടെന്നാ കേട്ടത്. ഇടുക്കിയിൽ എവിടെ? അതറിഞ്ഞുകൂടാ. ഇടുക്കിയിലുണ്ടെന്ന് ആര് പറഞ്ഞു? ഹരി. മല്ലിക ചിറ്റ മകനെ നോക്കി. ഇടുക്കിയിൽ എവിടെയുണ്ടെന്ന് ചോദിച്ചില്ലേ? ഇല്ല, എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എവിടെയാണെങ്കിലേ ഇടുക്കിയിൽ? സന്ദീപ് ഹരിധരനോട് ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്കറിയില്ല, പറഞ്ഞു കേട്ടതാ. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു, ഓർമ്മയില്ല. മാളവിക ബസ് കണ്ടക്ടറോടൊപ്പം പോയി ജീവിതം തുടങ്ങിയ ശേഷം നിങ്ങളാരും അവളെ കണ്ടിട്ടില്ലേ? ഇല്ല. മാളവികയ്ക്ക് കുട്ടികൾ ആരെങ്കിലും ഉള്ളതായി അറിയാമോ? അറിയില്ല. മല്ലിക ചിറ്റ കേട്ടല്ലോ. നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ലെന്നാ പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് മല്ലിക ചിറ്റ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ മകൾ മാളവിക 1996 ഡിസംബർ 3 പോണ്ടിച്ചേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. മാളവികയുടെ പേര് മാറ്റി സിന്ധുജ എന്നാണ് ഹോസ്പിറ്റലിൽ കൊടുത്ത പേര്. പോണ്ടിച്ചേരിയിലെ ഭാസി അമ്മാമ്മയുടെ മകൻ മധു അങ്കിളിൻ്റെ ഭാര്യയാണ് സിന്ധുജ, അഥവാ തങ്കം ആൻറ്റി. തങ്കം ആൻറ്റി 1996 ഡിസംബർ 3 പ്രസവിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുമില്ല. ബാലമാമയും ഹരീന്ദ്രൻ അങ്കിളും ജഗന്നാഥൻ ചെറിയച്ഛനും പിന്നെ ഹേമചന്ദ്രൻ അങ്കിളും കൂടിയാണ് മാളവികയെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുചെന്നതും തിരിച്ചു കൊണ്ടുപോയതും. ഭാസിയമ്മാമയും മകനും ഭാര്യയും ചേർന്ന് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. മാളവിക പ്രസവിച്ച കുഞ്ഞിനെ കൊന്നുകളയാൻ അവർ ഏർപ്പാടാക്കി. ഇത്രയും കാര്യങ്ങൾ കൂടി സംഭവിച്ചതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തെളിവുകളുമുണ്ട്. മല്ലിക ചിറ്റ അന്തം വിട്ട് സന്ദീപിനെ തുറച്ചു നോക്കി. പിന്നെ അവരുടെ നോട്ടം ബാലകൃഷ്ണ മേനോനിലേക്കും ഹരീന്ദ്രനിലേക്കും തിരിഞ്ഞു. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്, അയാൾ പറയുന്നത് പച്ചക്കള്ളമാ, ഹരീന്ദ്രൻ മല്ലിക ചിറ്റയോട് അഭ്യർത്ഥിച്ചു. അത് കേട്ടതോടെ സന്ദീപിന് കാര്യം വ്യക്തമായി. മല്ലിക ചിറ്റയ്ക്കോ കുടുംബത്തിലെ മറ്റ് സ്ത്രീജനങ്ങൾക്കോ മാളവികയെപ്പറ്റി ഒന്നും അറിയില്ല. പുരുഷന്മാർ എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ണിമായ വിശ്വാസം വരാതെ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. സന്ദീപ് പറഞ്ഞതിനെ നഖശിഖാന്തം ഖണ്ഡിക്കാനുള്ള സുവ്യക്തമായൊരു തെളിവ് ഹരീന്ദ്രൻ കാട്ടിത്തരുമെന്നായിരുന്നു അവളുടെ ധാരണ. ഞാൻ പച്ചക്കള്ളമാ പറയുന്നതെന്ന് ഹരിയങ്കിളിന് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ തെളിയിക്കാം. നിങ്ങൾ മാളവികയെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോയെന്നും മാളവിക അവിടെ വെച്ച് പ്രസവിച്ചെന്നും ആ പ്രസവം എടുത്ത ഫ്രഞ്ച് ഡോക്ടർ അമീലിയ മാഡത്തെ വരെ ഇൻ്റർവ്യൂ ചെയ്ത ഓഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മാളവികയെ നിങ്ങൾ പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോയതിൻ്റെ സകല തെളിവുകളും ഞാൻ കളക്ട് ചെയ്തു കഴിഞ്ഞു. സന്ദീപ് പറഞ്ഞു. നീ എന്ത് ഭ്രാന്തക്കെയാ പറയുന്നേ? ഞങ്ങൾക്കെന്താ മാളുവിനെയും കൊണ്ട് പോണ്ടിച്ചേരിക്ക് പോകേണ്ട ആവശ്യം? ബാലകൃഷ്ണ മേനോൻ ചോദിച്ചു. ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കേ അറിയൂ. ഇല്ലെങ്കിൽ ബാലമാമ പറ. എന്തിനാണ് ഹരിപ്പാട് വന്ന് എൻ്റെ അച്ഛനെയും അമ്മയും നിങ്ങൾ ഭീഷണിപ്പെടുത്തിയേ? എന്തിനാ രാജഗോപാൽ അങ്കിളിൻ്റെ പേരിൽ കള്ളക്കേസ് കെട്ടിച്ചമച്ചതും എറണാകുളത്തെ വീട്ടിൽ മണിമല പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്കിളിനെയും ഫാമിലിയെയും ഹരാസ് ചെയ്തതും? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ? നിങ്ങളെന്തിനാ ഇപ്പോൾ പോലീസിനെയും ഗുണ്ടകളെയും കൂട്ടി ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങളുടെ വീട്ടിൽ കയറി എന്തെങ്കിലും അതിക്രമം കാട്ടിയോ ഞങ്ങൾ?
ബാലകൃഷ്ണ മേനോൻ ഒരു ഉത്തരം കിട്ടാതെ ഹേമചന്ദ്രന്റെ നേർക്ക് നോട്ടമയച്ചു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ പോണ്ടിച്ചേരി ക്ലൂണി ഹോസ്പിറ്റലിൽ പോയി മാളവിക പ്രസവിച്ച കുട്ടിയെപ്പറ്റി അന്വേഷിച്ചത് മുതൽക്ക് ഭാസി അമ്മാമയ്ക്കും ഫാമിലിക്കും ഞാൻ നോട്ടപ്പുള്ളിയായി. ഞങ്ങൾക്ക് വിവരം തന്ന നേഴ്സിനെയും കൂട്ടി രായ്ക്ക് രാമാനം ഞങ്ങൾ പോണ്ടിച്ചേരിന്ന് ഓടി രക്ഷപ്പെടുകയായി ചെയ്തേ. മാളവികയെ പ്രേമിച്ച ബസ് കണ്ടക്ടർ ചന്ദ്രബാബുവിൻ്റെ വീട് അന്വേഷിച്ച് ഞാൻ മണിമലയിൽ വന്ന നിങ്ങൾക്കെന്താ നഷ്ടം? ആർക്ക് വേണമെങ്കിലും ഇതിനുത്തരം പറയാം. ബാലമ്മാമയ്ക്ക് മറുപടിയില്ലെങ്കിൽ ജഗന്നാഥൻ ചെറിയച്ഛന് പറയാം. അതല്ലെങ്കിൽ ഹേമചന്ദ്രൻ അങ്കിളിനോ ഹരീന്ദ്രൻ അങ്കിളിനോ പറയാം. ആരും മിണ്ടുന്നില്ല. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഞാനങ്ങ് പറയാം. മാളവികയ്ക്കും ചന്ദ്രബാബുവിനും എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയ്ക്കും വിരളി പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളാരെയും കൊന്നിട്ടില്ല. നീ ഈ പറഞ്ഞവരെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയാനും വയ്യ, ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? ബാലമ്മാമയ്ക്ക് വീട്ടിൽ പോയി സമാധാനമായിട്ടിരുന്നൂടെ? സന്ദീപ് ചോദിച്ചു. ഹേമചന്ദ്രൻ അങ്കിളിനാണെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ബാലമ്മാമയുടെ മകളെ കല്യാണം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഹേമചന്ദ്രൻ അങ്കിൾ ചെയ്തിട്ടുള്ളൂ. SP റാങ്കിലോട്ട് പ്രമോഷൻ കിട്ടുമ്പോൾ ഇടാനുള്ള കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ചിരിക്കുവല്ലേ. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കൊട്ടേഷൻ പണിയൊക്കെ ചെയ്യുന്നത് കരിയറിന് ദോഷമായിട്ട് വരില്ലേ? എൻ്റെ കരിയറിൻ്റെ കാര്യമോർത്ത് നീ തല പുകയ്ക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, ഹേമചന്ദ്രൻ പകയോടെ പറഞ്ഞു. ഓക്കെ, ഇനി ഞാനിതിൽ ഇടപെടില്ല. ഇനി എനിക്ക് മല്ലിക ചിറ്റിയോട് മാത്രമേ പറയാനുള്ളൂ. ചിറ്റിയുടെ ഹസ്ബൻഡും മകനും കൂടി മാളവികയെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നു. 96 ഡിസംബർ 3 മാളവിക ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ എന്ത് ചെയ്തെന്നും മാളവികയെ എന്ത് ചെയ്തെന്നും നിങ്ങളുടെ ഹസ്ബൻഡിനും അറിയാം, മകനും അറിയാം. അവർക്ക് സന്മനസ്സുണ്ടെങ്കിൽ നിങ്ങളോടെങ്കിലും സത്യം തുറന്നു പറയട്ടെ. മല്ലിക ചിറ്റിയുടെ മുഖത്ത് പാരവശ്യം ദൃശ്യമായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അലിമയുടെ കയ്യിൽ അവർ മുറുകെ പിടിച്ചു. അലിമ ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും പെട്ടെന്ന് അവരെ താങ്ങി പിടിച്ച് സോഫയിലേക്കിരുത്തി. അറിയാവുന്നത്രയും വിവരങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനും വേണ്ടി വന്നതാ ഞങ്ങൾ. അല്ലാതെ ഇവിടെ കയറി എന്തെങ്കിലും അക്രമം നടത്താനോ പിടിച്ചു പറിക്കാനോ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനോ അല്ല. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാ. പക്ഷേ വീണ്ടും വരും ഞങ്ങൾ. കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും, സന്ദീപ് പറഞ്ഞു നിർത്തി. മണിമല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജെയിംസ് കുര്യനുമായി കിഷോർ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. തൻ്റെ മൊബൈലിൻ്റെ വിലയും മോഡലും എല്ലാം കിഷോർ SIക്ക് കുറിച്ചു കൊടുത്തു. തിരിച്ചു പോകുമ്പോൾ പൊൻകുന്നത്ത് വെച്ച് പുതിയ മൊബൈൽ വാങ്ങിക്കൊടുക്കാമെന്ന് ജെയിംസ് കുര്യൻ സമ്മതിച്ചു. അതിൻ്റെ വില ഹേമചന്ദ്രൻ ഗൂഗിൾ പേയിലൂടെ നൽകാമെന്നും ധാരണയായി. ടയോട്ട ഫോർച്യൂണറിൽ വെച്ചിരുന്ന സാധനങ്ങളും മറ്റും നീക്കം ചെയ്ത ശേഷം സുനിൽ നാരായണൻ അതിൻ്റെ കീ സന്ദീപിന് കൈമാറി. ഞങ്ങളുടെ കാർ റിപ്പയർ ചെയ്ത് കിട്ടാൻ എത്ര ദിവസം എടുക്കും? സന്ദീപ് ചോദിച്ചു. അറിയില്ല, സർവീസ് സെൻറ്ററിൽ ചോദിക്കണം, SI പറഞ്ഞു. ഷർട്ടിൻ്റെ കാര്യത്തിൽ കൂടി തീരുമാനമായാൽ ഞങ്ങൾക്ക് പോകാം, കിഷോർ പറഞ്ഞു. സൈസും ഡിസൈനും വിലയും ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഷർട്ട് വാങ്ങിച്ചെത്തിച്ചേക്കാം. ജെയിംസ് കുര്യൻ എന്ത് സഹായം ചെയ്യാനും സന്നദ്ധനായിരുന്നു. രാജഗോപാൽ തൻ്റെ ഷർട്ടിൻ്റെ അളവ് SIയോട് പറഞ്ഞു. 42 സൈസ്, 950 മറ്റോ ആയിരുന്നു അതിൻ്റെ വില. ജെയിംസ് കുര്യൻ അപ്പോൾ തന്നെ രാജഗോപാലിനെയും ജീപ്പിൽ കയറ്റി മണിമല ടൗണിലേക്ക് പോയി. കിഷോറും സന്ദീപും കൂടി തകർന്ന കാറിലുണ്ടായിരുന്ന തങ്ങളുടെ ലഗേജും മറ്റ് സാധനങ്ങളും എടുത്ത് ബാലകൃഷ്ണ മേനോൻ്റെ ഫോർച്യൂണർ വണ്ടിയിലേക്ക് മാറ്റി. അരമണിക്കൂറിനുള്ളിൽ പോലീസ് ജീപ്പ് തിരിച്ചെത്തി. പുതിയ ഷർട്ടണിഞ്ഞ് രാജഗോപാൽ ജീപ്പിൽ നിന്നിറങ്ങി. അങ്കിളിൻ്റെ ഷർട്ട് കൊള്ളാം, നല്ല സെലക്ഷൻ, കിഷോർ പറഞ്ഞു. നമ്മുടെ SI ആണ് സെലക്ട് ചെയ്തത്. ഇത് മതിയോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു, രാജഗോപാൽ പറഞ്ഞു. വില ആര് കൊടുത്തു? അതൊക്കെ പോട്ടെ കിച്ചു, SIയെ കൊടുക്കാമെന്ന് പറഞ്ഞ് ബില്ലെഴുതിച്ചതാ. നമ്മൾ അവരുടെ അത്രയും തരം താഴാൻ പാടുണ്ടോ? ഫോണിൻ്റെ കാര്യത്തിലോ? കിഷോറിന് സംശയമായി. അത് നീ വാങ്ങിച്ചോ? ചെറിയൊരു തുകയല്ലല്ലോ. അഹങ്കാരവും അധികാരവും കൂടി ചേർത്തിട്ട് ചെയ്ത നശീകരണ പ്രവൃത്തിയല്ലേ. അതിന് പിഴ ഈടാക്കിയേ പറ്റൂ. ഷർട്ടും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അത് നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇവർ തരുന്ന ഷർട്ട് ഞാനിട്ടുകൊണ്ട് നടക്കണ്ടേ? കിഷോറിന് ആ യുക്തി മനസ്സിലായില്ലെങ്കിലും സന്ദീപ് രാജഗോപാലിനെ പിന്താങ്ങി. അങ്കിൾ പറഞ്ഞതാ ശരി.
എറണാകുളത്ത് നിന്ന് വന്നവർ തിരിച്ചു പോകാൻ തയ്യാറായി. SI ജെയിംസ് കുര്യൻ ഫോൺ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പൊൻകുന്നം വരെ അവരോടൊപ്പം ചെല്ലാമെന്നേറ്റു. അല്ലിമ പോകാൻ നേരം മല്ലിക ചിറ്റയോടും ഉണ്ണിമായയോടും യാത്ര പറഞ്ഞു. ഹരീന്ദ്രന്റെ ബുദ്ധിമാന്യമുള്ള മകൻ ഉണ്ണി കാറിനരികിൽ വരെ അല്ലിമയെ അനുഗമിച്ചു. അവൻ്റേതായ ഭാഷയിൽ അവളോട് സംസാരിച്ചു. ഇനിയും വരണമെന്ന് അഭ്യർത്ഥിച്ചു. സന്ദീപും സംഘവും പോലീസ് ജീപ്പിന് പിന്നാലെ പൊൻകുന്നത്തേക്ക് തിരിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണ മേനോൻ ഹേമചന്ദ്രനോട് ചോദിച്ചു, ഇതിപ്പോ വലിയ പ്രശ്നമായിട്ട് വരുമോ ഹേമചന്ദ്ര? എന്ത് പ്രശ്നം? അവൻ വെറും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുമല്ലേ? നിന്റെ പ്രമോഷനെയൊക്കെ അത് ബാധിക്കുമോ? ആലുവ റൂറൽ SP മുന്നിലും നീ നോട്ടപ്പുള്ളിയായി, കോട്ടയം SP മുന്നിലും കുഴപ്പക്കാരനായി. ഇതൊക്കെ നിന്റെ സർവീസിനെ ബാധിക്കില്ലേ? അച്ഛൻ അത് ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. SP അല്ല ഡിപ്പാർട്ട്മെൻറ്റിലെ അവസാന വാക്ക്. അതിൻ്റെ മുകളിൽ DIG ഉണ്ട്, IG ഉണ്ട്, DGP ഉണ്ട്, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്. ഒന്നോ രണ്ടോ SP വിചാരിച്ച എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ പുറമെ പോലീസ് അസോസിയേഷനുമുണ്ട്. വേറെ എന്തെങ്കിലും കുഴപ്പം അവനുണ്ടാക്കിയാലോ? അവനൊരു പത്രക്കാരനല്ലേ? മറ്റാരാണെങ്കിലും വേണ്ടില്ല. അവൻ എന്തൊലത്താനാ? അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ഹോം മിനിസ്ട്രിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അവനാണ് സൂക്ഷിക്കേണ്ടത്. വലിയ എക്സ്ക്ലൂസീവ് സ്റ്റോറി തേടി ഇറങ്ങിയ പല റിപ്പോർട്ടർമാരും കാറിടിച്ചും ലോറിയിടിച്ചും ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടും മരിച്ചു പോയിട്ടുണ്ട്. വെടിയേറ്റ് മരിച്ചവരും കത്തിക്കുത്തേറ്റ് മരിച്ചവരും മുങ്ങി മരിച്ചവരും കാണാതായവരും തലയിറക്കപ്പെട്ടവരും ധാരാളം. ഹേമചന്ദ്രൻ കൂസൽ എന്നെ പറഞ്ഞു. അവനൊരു ജഡ്ജിയുടെ മകനാണെന്ന് കൂടി നീ ഓർക്കണം. എൻ്റെ പെങ്ങളുടെ മകനാണ് അവൻ്റെ അച്ഛൻ. ബന്ധങ്ങളൊക്കെ അച്ഛൻ തൽക്കാലത്തേക്ക് മറന്നേക്കണം. നമുക്ക് തടസ്സങ്ങളില്ലാതെ ജീവിക്കണ്ടേ? ജഡ്ജിമാര് സുരക്ഷിതരാണെന്നാണോ അച്ഛൻ്റെ വിശ്വാസം? അവർക്കും അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിക്കാറുണ്ട്. ബാലകൃഷ്ണ മേനോൻ തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കണ്ണുകളിലേക്ക് ഉൾഭീതിയോടെ നോക്കി നിന്നു. അവൻ അവൻ്റെ വഴിക്ക് നീങ്ങട്ടെ അച്ഛ, ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങാം. തമ്മിൽ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ അവന് നല്ലത്. മണിമല പോലീസ് ഇനി നമ്മുടെ കൂടെ നിൽക്കില്ലെന്ന് ഓർത്തോളണം. ജെയിംസ് കുര്യനല്ലേ? അയാളെ ഒരാഴ്ചയ്ക്കകം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വരും. അപ്പോൾ മറ്റൊരു SI വരും മണിമല സ്റ്റേഷനിൽ. അയാൾ നമ്മുടെ കൂടെ നിൽക്കും. ഹേമചന്ദ്രൻ നിസ്സാരമട്ടിൽ പറഞ്ഞു. എന്തൊക്കെയാ ബാലേട്ടാ നിങ്ങളീ പറയുന്നത്? ജയൻകുട്ടൻ്റെ മോൻ പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണോ? മാളുവിനെ നിങ്ങൾ എല്ലാവരും കൂടി? മല്ലിക ചിറ്റ ആശങ്കയോടെ ബാലകൃഷ്ണ മേനോനെയും ജഗന്നാഥക്കുറുപ്പിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊന്നും സത്യമല്ല, ഹേമചന്ദ്രൻ കർശനമായി പറഞ്ഞു. ഞങ്ങൾ പറയുന്നതാണ് സത്യം, അത് വിശ്വസിച്ചാൽ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഞങ്ങളെന്താ അത്രയ്ക്ക് വിഡ്ഢികളാണോ? ഉണ്ണിമായിക്ക് ഹേമചന്ദ്രൻ്റെ കൽപ്പന അശേഷൻ രസിച്ചില്ല. ആണടി, നീയൊക്കെ വെറും പൊട്ടിയ. അതിൻ്റെ ഒന്നാന്തരം തെളിവാണല്ലോ ആ നിൽക്കുന്ന മന്ദബുദ്ധി. ഹേമചന്ദ്രൻ ഉണ്ണിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. എൻ്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറി. പറഞ്ഞേക്കാം, ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഉണ്ണിമായി നിന്ന് ചൊരിച്ചു. മകൻ്റെ ബുദ്ധിമാന്യം ആ അമ്മയ്ക്ക് തീരാ സങ്കടമാണ്. ഉണ്ണിയെ ആരെങ്കിലും പരിഹസിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ലോകത്തെ മറ്റേതൊരമ്മയേക്കാൾ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവൾ മകനെ കാത്തു പരിപാലിക്കുന്നത്. നിന്റെ മകനെ പറഞ്ഞ നീ എന്ത് ചെയ്യുമടി? ഹേമചന്ദ്രൻ കലി പൂണ്ട് ഉണ്ണിമായയുടെ മുന്നിലേക്ക് ചെന്നു. വായടച്ച് മിണ്ടാതിരുന്നോ കഴിവേറി മോളെ, എൻ്റെ അടുത്ത് കുരയ്ക്കാൻ വരരുത്. ഹേമചന്ദ്രൻ്റെ ചൂണ്ടുവിരൽ ഉണ്ണിമായയുടെ മൂക്കിൻ തുമ്പിൽ തൊട്ടില്ലെന്ന മട്ടിൽ നിന്ന് വിറച്ചു. തൻ്റെ അമ്മയെ ആക്രമിക്കുകയാണെന്ന് കരുതി ഉണ്ണി ചീറിക്കൊണ്ടുവന്ന് ഹേമചന്ദ്രനെ പിടിച്ചു തള്ളി. വേച്ചുപോയ ഹേമചന്ദ്രൻ കൈ നിവർത്ത് അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. അടിയേറ്റ് ഉണ്ണി വേയിച്ച് നിലത്തിരുന്നു പോയി. കണ്ണു കാണാതെ അവൻ 2 കൈകൊണ്ടും നിലത്ത് പരതി. മോനെ ഉണ്ണി എന്ന് നിലവിളിച്ചുകൊണ്ട് ഉണ്ണിമായ നിലത്ത് മുട്ടുകുത്തി അവനെ താങ്ങി പിടിച്ചു. എന്താ ഹേമചന്ദ്ര നീ കാണിക്കുന്നത്? നിനക്ക് സുബോധം ഇല്ലാണ്ടായോ? ബാലകൃഷ്ണ മേനോൻ ശാസിച്ചു. ഉണ്ണിമായ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ചിട്ട് അന്താളിച്ചു നിന്ന തൻ്റെ ഭർത്താവിനോട് ചങ്കുപൊട്ടി ചോദിച്ചു. നിങ്ങൾ കണ്ടില്ലേ ഹരിയേട്ടാ, നിങ്ങളുടെ മകനെയല്ലേ ഈ മൃഗം അടിച്ചത്? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അച്ഛനെന്താ ഒന്നും മിണ്ടാത്തേ? അവനൊക്കെ വാ തുറക്കണമെങ്കിൽ ഞാൻ പറയണം. നീ ആദ്യം നിന്റെ നിലയ്ക്ക് നില്ല്. ഹേമചന്ദ്രൻ ഭീഷണിപ്പെടുത്തി. ഉണ്ണിമായ 2 നിമിഷം ഭർത്താവിനെ തുറച്ചു നോക്കി നിന്നു. അതിനുശേഷം ഉണ്ണിയെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോയി.
അവൻ കവിളത്ത് തൊട്ട് കാണിച്ച് അക്ഷരങ്ങളില്ലാത്ത ഭാഷയിൽ പരാതി പറയുന്നുണ്ടായിരുന്നു. മുറിയിൽ കടന്നയുടനെ ഉണ്ണിമായ മൊബൈൽ ഫോൺ എടുത്ത് ചെറുവള്ളിക്കാവിലെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഹേമചന്ദ്ര, നീ ചെയ്തത് മോശമായി പോയി. ജഗന്നാഥക്കുറുപ്പ് കുറ്റപ്പെടുത്തി. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യരുതെന്നും. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോകാം, ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു. അവർ സിറ്റൗട്ടിലിറങ്ങിയപ്പോഴേക്കും ജെയിംസ് കുര്യൻ്റെ കോൾ വന്നു. പൊൻകുന്നത്ത് നിന്ന് കിഷോർ ഫോൺ വാങ്ങിയ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ജെയിംസ് കുര്യൻ പറഞ്ഞ ബിൽ തുക ഹേമചന്ദ്രൻ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അതിനുശേഷം മുറ്റത്തിറങ്ങി തൻ്റെ ഗുണ്ടകൾ തല്ലി തകർത്ത കാറിൻ്റെ കേടുപാടുകൾ നോക്കി. നിന്റെ സമയം ചീത്തയാ ഹേമചന്ദ്ര. മോശം സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് തിരിച്ചടിക്കും, ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു. എനിക്കറിയാം നല്ല സമയവും ചീത്ത സമയവും. ഹേമചന്ദ്രൻ നീരസം പൂണ്ടു. അവർ ഹേമചന്ദ്രൻ്റെ പോലീസ് ഇന്നോവയിൽ കയറാൻ ഭാവിക്കുമ്പോൾ ഒരു ലാൻഡ് റോവർ ജീപ്പ് വന്ന് ഗേറ്റിൽ നിന്നു. അതിൽ നിന്ന് 2 ചെറുപ്പക്കാരും അതികായനായ ഒരു വൃദ്ധനും ഇറങ്ങി. ഉണ്ണിമായിയുടെ അച്ഛനും ആങ്ങളമാരുമായിരുന്നു അത്. ബാലകൃഷ്ണ മേനോൻ ചകിതനായി ഹേമചന്ദ്രനെ നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് വേണ്ടായിരുന്നെന്ന്. ഹേമചന്ദ്രൻ പതറാതെ നെഞ്ചി വിരിച്ചു നിന്നു. യൂണിഫോമിൽ നിൽക്കുന്നതിൻ്റെ ധൈര്യം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. 6.25 അടി ഉയരത്തിൽ തലയെടുപ്പുള്ള വൃദ്ധൻ ഹേമചന്ദ്രൻ്റെ മുന്നിലേക്ക് വന്നു. സാറേ, സാറ് പോലീസാണ്, ക്രൈംബ്രാഞ്ച് DYSP ആണ്. നമ്മൾ ബന്ധുക്കളാണ്. ഇതെല്ലാം എനിക്കും അറിയാം, സാറിനും അറിയാം. സാർ എൻ്റെ മകളെ ചീത്ത വിളിച്ചു, ശരിയാണോ? അവൾ ഫോണിൽ വിളിച്ച് പറഞ്ഞതാ. ഹേമചന്ദ്രൻ കണ്ണിമയ്ക്കാതെ അയാളെ നോക്കി നിന്നു. ശരിയാണോ? ഒരു സംഗതി കേട്ടാ ശരിയാണോ എന്ന് ചോദിച്ചിട്ടല്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അല്ലെന്ന് പറ. ഉത്തരമില്ല. വൃദ്ധൻ കുനിഞ്ഞു. ഗുണ്ടകൾ കാർ തല്ലി തകർക്കാൻ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചിട്ടിരുന്ന പത്തലിൽ ഒരെണ്ണം എടുത്ത് നിവർന്നു. എന്നിട്ട് തിരിഞ്ഞ് ആൺമക്കളോട് പറഞ്ഞു, എടാ, ഇത് ഓരോന്നെടുത്തോ. മല്ലന്മാരെ പോലെ തോന്നിച്ച 2 പേരും വന്ന് ഓരോ പത്തലെടുത്തു. സംഭവം ശരിയാണ്, ബാലകൃഷ്ണ മേനോൻ ആശങ്കയോട് പറഞ്ഞു. സാറ് വീട്ടിനകത്തോട്ട് കയറിയാട്ടെ, വൃദ്ധൻ നിർദ്ദേശിച്ചു. ഇപ്പോൾ തന്നെ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് പോകാം, അല്ലെങ്കിൽ മനസ്സിൽ കിടക്കും. വാ. വൃദ്ധൻ മുൻപേ നടന്നു. സാറ് ചെല്ല്, പറഞ്ഞു തീർക്കാം, വഷളാക്കണ്ട, മക്കളിൽ ഒരാൾ പറഞ്ഞു. ഇന്നോവയിൽ കയറി ഓടിച്ചു പോയാലോ എന്ന് ഹേമചന്ദ്രൻ ആദ്യം ആലോചിച്ചു. പക്ഷേ ഗേറ്റ് അടഞ്ഞാണ് ലാൻഡ് റോവർ. ഉണ്ണിമായിയോട് പ്രതികരിച്ചപ്പോൾ അവൾ ചെറുവള്ളിക്കാവിലെ ജന്മി കുടുംബത്തിലെ അംഗമാണെന്നോ അവളുടെ അച്ഛനും ആങ്ങളമാരും പ്രബലന്മാരാണെന്നോ ചിന്തിച്ചില്ല. വാ സാറേ. മക്കളിലൊരാൾ ഹേമചന്ദ്രൻ്റെ തോളത്ത് കൈവച്ച് മെല്ലെ തള്ളി നടത്തിക്കൊണ്ടുപോയി. ലിവിംഗ് റൂം കടന്ന് ഹാളിലേക്ക് എത്തിയിട്ട് ജനാർദ്ദനക്കുറുപ്പ് മകളെ തെല്ലുറക്കെ വിളിച്ചു. ഉണ്ണിമായ മകനെയും കൂട്ടി ഹാളിലേക്ക് വന്നു. എന്താ മോളെ ഇവിടെ നടന്നത്? ഒരു കാറ് തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നല്ലോ മുറ്റത്ത്, ജനാർദ്ദനക്കുറുപ്പ് ചോദിച്ചു. ഇവരെല്ലാം കൂടെ ചെയ്യിച്ചതാണച്ചാ, ഉണ്ണിമായ പറഞ്ഞു. ജനാർദ്ദനക്കുറുപ്പ് ഹരീന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു. എടാ ഹരി, നിന്റെ വീട്ടുവളപ്പിൽ കയറി നിന്റെ മുറ്റത്ത് കിടക്കണ കാറ് തല്ലി തകർക്കാൻ ആർക്കാടാ ധൈര്യം? അതാരുടെ കാറാ? ആര് ചെയ്തു? ഹരീന്ദ്രൻ ഉത്തരം പറയാനില്ലാതെ ഹേമചന്ദ്രനെ നോക്കി. ഹേമചന്ദ്രൻ മിണ്ടുന്നില്ല. ഞാനും ഹേമചന്ദ്രനും കൂടി ചെയ്യിച്ചതാ അച്ഛാ. ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു കൂട്ടര് വന്നു, അവരുടെ കാറാ. ആ ശരി, ആ വിഷയം നമുക്ക് രണ്ടാമത് പറയാം. ആദ്യം നമ്മുടെ സ്വന്തം പ്രശ്നം തീർക്കാം. ജനാർദ്ദനക്കുറുപ്പ് മകളുടെ മുന്നിലേക്ക് നീങ്ങി. മോളെ, നിന്റെ പരാതി എന്താ? ഞങ്ങൾ ചെറുവള്ളിക്കാവിൽ നിന്ന് മണിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാ നിന്റെ വിളി. പറ, എന്താ ഉണ്ടായത്? ഈ നിൽക്കണ ഹേമേട്ടൻ എന്നെ ചീത്ത വിളിച്ചു, ഉണ്ണിമായ പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ മുഖത്തടിച്ചു. ആദ്യം നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് മതി അടുത്തത്. ജനാർദ്ദനക്കുറുപ്പ് ഹേമചന്ദ്രൻ്റെ അരികെ ചെന്നു. നേരാണോ ഹേമചന്ദ്ര? നീ ചീത്ത വിളിച്ചോ അവളെ? ഹേമചന്ദ്രൻ മിണ്ടാതെ തല താഴ്ത്തി. ആരുണ്ട് സാക്ഷികൾ? ജനാർദ്ദനക്കുറുപ്പ് ബാലകൃഷ്ണ മേനോനെയും ജഗന്നാഥനെയും ഹരീന്ദ്രനെയും നോക്കി. അവർ 3 പേരും മിണ്ടാതെ നിന്നു. അപ്പോൾ ഹേമചന്ദ്ര, നീയൊരു ക്ഷമ പറഞ്ഞേക്ക് ഇവളോട്. പറയാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഹേമചന്ദ്രൻ മിണ്ടുന്നില്ല. മുരളി, മനോജ്. മക്കൾക്ക് ജനാർദ്ദനക്കുറുപ്പ് സഞ്ജ നൽകി. പെട്ടെന്ന് ഹേമചന്ദ്രൻ ഒന്നിളകി നിന്നു. ഞാൻ സോറി പറയാമെന്ന് പറഞ്ഞാൽ പോരാ, പറയണം. ഇപ്പം തന്നെ കൈകൂപ്പി നിന്നോണ്ട് പറയണം. എൻ്റെ മകളുടെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഹേമചന്ദ്രന് ഗത്യന്തരമില്ലായിരുന്നു.
ജനാർദ്ദനക്കുറുപ്പിനെയും മക്കളെയും അറിയാത്തവരായി ചെറുവള്ളിക്കാവിലോ പരിസരത്തോ ആരുമില്ല. ഇപ്പോഴും ആനകളെ സംരക്ഷിക്കുന്ന കുടുംബം. വർഷങ്ങൾക്ക് മുമ്പ് ഹരീന്ദ്രൻ ഉണ്ണിമായെ പ്രണയിക്കുമ്പോൾ അവൾ ചെറുവള്ളിക്കാവിലെ പലരുടെയും ഉറക്കം കെടുത്തിയ സുന്ദരിയായിരുന്നു. പാട്ടുകാരിയും നർത്തകിയുമായിരുന്നു. അന്ന് ഹരീന്ദ്രന് ഭക്തി കൂടുതലാണ്. ചെറുവള്ളിക്കാവ് ഭഗവതിയാണ് ശരണം. ക്ഷേത്രദർശനം ഒരൊറ്റ ദിവസം പോലും മുടങ്ങാറില്ല. ആ ഭക്തിയുടെ അടിസ്ഥാന കാരണം ഉണ്ണിമായായിരുന്നു. തൊഴാൻ വരുമ്പോൾ കാണാം, മിണ്ടാം, പ്രണയലിഖിതങ്ങൾ കൈമാറാം. അന്നും ഹരീന്ദ്രന് ആനയും അമ്പാരിയും നാട്ടുപ്രമാണിത്വവും ഒക്കെയുള്ള ജനാർദ്ദനക്കുറുപ്പിനെയും ആൺമക്കളെയും ഭയമായിരുന്നു. ആനക്കാലുകൾക്കിടയിലൂടെയാണ് ഉണ്ണിമായെ താൻ കടത്തിക്കൊണ്ടു പോന്നതെന്ന് ആദ്യകാലത്ത് ഹരീന്ദ്രൻ വീമ്പ് പറയുമായിരുന്നു. മണിമല പോലീസിന്റെ കൂടി സാന്നിധ്യത്തിൽ നടന്ന കൂടിയാലോചനയിലും ചർച്ചയിലുമാണ് അന്ന് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. നാട്ടിലും വീട്ടിലും ദുഷ്പേരുണ്ടാക്കാത്ത വിധം മകളെ ഹരീന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്ത് ജനാർദ്ദനക്കുറുപ്പ് ബന്ധുത ഉറപ്പിച്ചു. അന്നും ഇന്നും ഹരീന്ദ്രന് ജനാർദ്ദനക്കുറുപ്പിനോടും മക്കളോടും വിധേയത്വമാണുള്ളത്. പറഞ്ഞു, സമയം കളയണ്ട. ജനാർദ്ദനക്കുറുപ്പിന്റെ ഒച്ച താണു. ക്ഷമ കെടുന്നതിൻ്റെ ലക്ഷണമാണതെന്ന് ഉണ്ണിമായ്ക്കറിയാം. സോറി, ഹേമചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോരാ. ജനാർദ്ദനക്കുറുപ്പ് കണ്ണു ചിമ്മി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് കാവുംപടിക്കൽ ജനാർദ്ദനക്കുറുപ്പിന്റെ മകളായ ഉണ്ണിമായിയെ കഴിവേറിയുടെ മകളെ എന്ന് വിളിച്ചതിൽ ഖേദിക്കുന്നു. ക്ഷമിക്കണം. ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല. അത്രയും പറയണം. ഹേമചന്ദ്രൻ കൈകൂപ്പാൻ വിസമ്മതിച്ചപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് തടഞ്ഞു. എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഹേമചന്ദ്രൻ കൈയെടുത്ത് കൂപ്പി. ജനാർദ്ദനക്കുറുപ്പ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ക്ഷമാപണം നടത്തി. അതിനുശേഷം പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകാൻ തുനിഞ്ഞ ഹേമചന്ദ്രനെ കുറുപ്പ് തടഞ്ഞു. അങ്ങനെ പോകാൻ വരട്ടെ. ഒരു കേസും കൂടി പറഞ്ഞു തീർക്കാനുണ്ട്. ഉണ്ണിയെ സാർ അടിച്ചില്ലേ? ബുദ്ധി വളർച്ചയില്ലാത്ത ചെക്കനല്ലേ അവൻ. സാധാരണ മനുഷ്യജീവിയെ പോലെയല്ല നമ്മൾ അവനെ കാണേണ്ടത്. ഇരട്ടി സ്നേഹം കൊടുക്കണം, ഇരട്ടി അരിവും വാത്സല്യവും കാണിക്കണം. മനുഷ്യൻ്റെ എല്ലാ നന്മകളും അവന് കൊടുക്കുമ്പം 2 മടങ്ങ് കൊടുക്കണം. അവൻ എന്നെ പിടിച്ച് തള്ളിയത് കൊണ്ടാ ഞാൻ അടിച്ചത്. സാറ് ന്യായമൊന്നും പറയല്ലേ സാറേ. സാറ് യൂണിഫോമിലായതുകൊണ്ടാ ഞാൻ ആനക്കാരൻ്റെ ഭാഷ സംസാരിക്കാതെ. അതും എനിക്കറിയാം. എൻ്റെ പറമ്പിലെ കെട്ടുതറയിൽ ഇപ്പോഴും 2 ആന നിൽപ്പുണ്ട്. ബുദ്ധിയില്ലാത്ത ചെക്കൻ സാറിനെ പിടിച്ച് തള്ളിയ ബുദ്ധിയുള്ള സാർ അവൻ്റെ ചെകിട്ടത്തടിക്കുകയാണോ വേണ്ടത്? ഹേമചന്ദ്രൻ പിന്തിരിഞ്ഞു നോക്കി. ജനാർദ്ദനക്കുറുപ്പിന്റെ ആൺമക്കൾ 2ഉം മുരളിയും മനോജും വാതിൽക്കൽ നിൽപ്പുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹേമചന്ദ്രൻ ചോദിച്ചു. മോളെ, ഉണ്ണിയെ വിളിച്ചോണ്ടു വാ. ജനാർദ്ദനക്കുറുപ്പ് പറഞ്ഞു. ഉണ്ണിമായ മുറിയിലേക്ക് പോയി മകനെ വിളിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടു വന്നു. അവൻ്റെ കുട്ടിത്തമുള്ള കണ്ണിൽ അപ്പോഴും കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് അപ്പോഴും സങ്കടത്തിൻ്റെ അലകളുണ്ടായിരുന്നു. എന്നാൽ ജനാർദ്ദനക്കുറുപ്പിനെയും അമ്മാവന്മാരെയും കണ്ടതോടെ അവൻ ആഹ്ലാദചിത്തനായി. എല്ലാം മറന്ന് നിറകൺചിരിയോടെ അവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആദ്യം മുത്തച്ഛനെ ആശ്ലേഷിച്ച് ആഹ്ലാദ സ്വരങ്ങൾ പുറപ്പെടുവിച്ചു. പിന്നെ അമ്മാവന്മാർ 2 പേരെയും. ഉണ്ണി, ഇങ്ങു വാ മോനെ, ജനാർദ്ദനക്കുറുപ്പ് വിളിച്ചു. അവൻ അനുസരണയോടെ ചെന്നു. നിന്നെ ആരാ ചെകിട്ടത്തടിച്ചത്? അവൻ ഹേമചന്ദ്രനെ ചൂണ്ടിക്കാട്ടി. എന്നിട്ട് കവളത്തെ തൊട്ട് കാണിച്ചു. അടികിട്ടിയ ഓർമ്മയിൽ വീണ്ടും അവൻ്റെ കണ്ണ് നിറഞ്ഞു. കണ്ണിൽ ചൂണ്ടുവിരൽ തൊട്ട് ആ നനവ് അവൻ ജനാർദ്ദനക്കുറുപ്പിനെ കാണിച്ചു. കുറുപ്പ് അവനെ ഹേമചന്ദ്രനെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഉണ്ണി, നിനക്ക് തന്നത് 1 എണ്ണമല്ലേ? 2 എണ്ണം നീ തിരിച്ചു കൊടുത്തേക്ക്. കടം തീരട്ട്. അയാൾ ഹേമചന്ദ്രൻ്റെ 2 കവളത്തും തൊട്ട് കാണിച്ചു. 1 എണ്ണം ഇവിടെ, 1 എണ്ണം അവിടെ. ഹേമചന്ദ്രൻ ഞെട്ടിപ്പോയി. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ബുദ്ധിമാന്യമുള്ള ഒരു യുവാവിനെ കൊണ്ട് തൻ്റെ ചെകിട്ടത്തടിപ്പിക്കാൻ പോവുകയാണ്. അയാൾ ഒരാശ്രയത്തിനായി ജഗന്നാഥക്കുറുപ്പിനെയും ഹരീന്ദ്രനെയും ബാലകൃഷ്ണ മേനോനെയും നോക്കി. അവരും അന്താളിച്ച മട്ടിൽ നിൽക്കുകയാണ്. സാരമില്ല സാറേ, ഒരു കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. ജനാർദ്ദനക്കുറുപ്പ് തന്നെ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി അഥവാ സാരമുണ്ടെങ്കിലും ഇത് കേസാക്കാൻ പറ്റുമോ? ശരിയാണെന്ന് ഹേമചന്ദ്രൻ അറിയാം. ബുദ്ധിമാന്യമുള്ളവർ കൊല്ലാൻ ശ്രമിച്ചാലും ആ കേസ് നിലനിൽക്കില്ല. അയാൾ ഉണ്ണിയെ തുറച്ചു നോക്കി. ബുദ്ധി വളർച്ചയില്ലെങ്കിലും തൻ്റെ തോളൊപ്പം ഉയരമുള്ള ചെറുപ്പക്കാരൻ. മോനെ ഉണ്ണി, കൊടുത്തോ. മുത്തച്ഛനല്ലേടാ പറയുന്നേ, ധൈര്യമായിട്ട് കൊടുത്തോ. ഉണ്ണി വലതു കൈ ചുരുട്ടി ചുണ്ടുകൾ കൂർപ്പിച്ചു. കടുത്ത ദേഷ്യത്തിൽ ഹേമചന്ദ്രനെ തുറച്ചു നോക്കി. അവൻ അടിക്കുമ്പോൾ തടയരുത്. തടഞ്ഞ ആ കൈ ഞാൻ തല്ലിയൊടിക്കും. ജനാർദ്ദനക്കുറുപ്പ് ഹേമചന്ദ്രനെ താക്കീത് ചെയ്തു.
ഉണ്ണി കൈ ഉയർത്തിക്കൊണ്ടുവന്നു. ഹേമചന്ദ്രൻ്റെ മുഖത്തിന് നേർക്ക് കൊണ്ടുവന്നിട്ട് അവൻ ചൂണ്ടുവിരൽ നീട്ടി. അതയാളുടെ കണ്ണിനു മുന്നിൽ വന്ന് വിറകൊണ്ടു. അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ക്രോധം പൂണ്ട നായയെപ്പോലെ തൊണ്ടയിൽ നിന്ന് ഒരമറൽ ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ പതിയെ കൈ താഴ്ത്തി പുറം കൈകൊണ്ട് ഒരാംഗ്യം കാട്ടി. വിട്ടയച്ചിരിക്കുന്നു, പൊയ്ക്കൊള്ളാനാണ്. ജനാർദ്ദനക്കുറുപ്പ് ഹേമചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം നിന്നു. അടുത്ത ഭാഗം നാളെ.